ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 48 വരെ വചനങ്ങൾ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറയുന്ന ചരിത്രത്തിൽ ഒരേ ഒരു സ്ത്രീയെ മാത്രമേ നാം കാണുന്നുള്ളൂ. അത് നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം, നമ്മുടെ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള ഈ നഴ്സസ് ടൈം എല്ലാവർക്കും ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. തിരുസഭയിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു സ്ഥാനമാണുള്ളത്. 4 വിശ്വാസ സത്യങ്ങളാണ് തിരുസഭയിൽ നാം ഏറ്റവും അധികമായി പരിശുദ്ധ അമ്മയെപ്പറ്റി അനുസ്മരിക്കുന്നത്. ആ വിശ്വാസ സത്യങ്ങൾ നമ്മോടിന്ന് പങ്കുവയ്ക്കുന്നത് ദുബായ് സെൻറ് മേരീസ് ചർച്ചിലെ മലയാളി സമൂഹത്തിൻ്റെ ആത്മീയ പിതാവായ അലക്സ് അച്ഛനാണ്. അലക്സ് അച്ഛനെ നമുക്ക് സ്നേഹപൂർവ്വം ശ്രവിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം നേരുകയാണ്. പിതാവായ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് എത്രയോ സമുന്നതമായ സ്ഥാനമാണ് രക്ഷാകര ചരിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ സമീപിച്ച് പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ, ദൈവകൃപ നിറഞ്ഞവളെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധ അമ്മ ഈശോയെ നൽകിക്കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിന് സ്വയം ഉപകരണമായി നൽകുകയാണ്. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ദൈവമാതാവേ, അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾ അഭയം തേടുന്നു എന്ന പ്രാർത്ഥന രചിക്കപ്പെട്ടിട്ടുള്ളതാണ്, രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനാൽ തന്നെ സഭയിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രധാനമായി 4 വിശ്വാസ സത്യങ്ങളാണ് പഠിപ്പിക്കുക. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്, പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ്. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. വചനത്തിലൂടെ തന്നെ അത് വ്യക്തമാണ്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ വളർന്ന സഭയുടെ ഒരു പാരമ്പര്യമാണ്. അതിന് 431 എഫേസൂസിലെ കൗൺസിലും തുടർന്ന് 451 കൗൺസിലും ഇതിന് അംഗീകാരവും സഭയുടെ പ്രബോധനമനുസരിച്ചുള്ള സഭയുടെ ഔദ്യോഗികമായ
പ്രബോധനമായി പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വത്തെ അംഗീകരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകത്വം, പരിശുദ്ധ അമ്മ യേശുവിൻ്റെ ജനനത്തിന് മുമ്പും ജനന സമയത്തും ജനനത്തിന് ശേഷവും നിത്യകന്യകയാണെന്ന് സഭ പഠിപ്പിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ തന്നെ 250 അനുബന്ധിച്ച് പരിശുദ്ധ അമ്മ നിത്യകന്യകയാണെന്നുള്ള പ്രാർത്ഥന ആദിമകാലത്തെ മാമോദീസ പ്രാർത്ഥനകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് സഭ തുടർന്ന് അതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ജന്മപാപത്തിൻ്റെ കറകളില്ലാതെ പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേക പ്രസാദവരത്താൽ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ഭൂമിയിലേക്ക് വരുവാനുള്ള ഉപകരണമായി ദൈവം തിരഞ്ഞെടുത്തതിനാൽ പരിശുദ്ധ അമ്മ ജന്മപാപത്തിൻ്റെ കറകളിൽ നിന്നും വിമുക്തയാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിലൂടെ. പരിശുദ്ധ അമ്മ സ്വർഗാരോഹണം ചെയ്തു എന്ന വിശ്വാസ സത്യമായി സഭ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ ഭൂമിയിലെ ജീവിതകാലത്തിൻ്റെ പരിസമാപ്തിയിൽ ആത്മാവോടും ശരീരത്തോടും കൂടെ പരിശുദ്ധ അമ്മയെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു എന്നത് ആണ് സഭ പഠിപ്പിക്കുക. ഇതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് പിതാവായ ദൈവം രക്ഷാകര ചരിത്രത്തിൽ നൽകിയ മനോഹരമായ മഹോന്നതമായ അത്യുന്നതമായ സ്ഥാനത്തിൻ്റെ പരാമർശങ്ങളാണ് സഭ 4 വിശ്വാസ സത്യങ്ങളായി പഠിപ്പിക്കുന്നത്. സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെ പ്രതിപാദിക്കുന്ന പല വചനഭാഗങ്ങളുണ്ടെങ്കിലും നമ്മുടെ ചിന്തയ്ക്കായി ധ്യാനത്തിനായി അതിൽ നിന്നും അതിൻ്റെ 3 സാരാംശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിങ്കിലേക്ക് അടുപ്പിക്കുന്നു. അവൻ പറയുന്നത് ചെയ്യുക, അവൻ പറയുന്നത് ചെയ്യുക. ഈശോയിങ്കിലേക്ക് നമ്മെ പരിശുദ്ധ അമ്മ അടുപ്പിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായ ഒരു സന്ദർഭത്തിൽ അവൻ പറയുന്നത് ചെയ്യുവാൻ അവരെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റേതായ അപ്രതീക്ഷിതമായ തിരിച്ചടികളിൽ കണക്കുകൾ തെറ്റുമ്പോൾ അവൻ പറയുന്നത് ചെയ്യുവാൻ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്കുണ്ടാവണം. അതിന് നമ്മൾ അപേക്ഷിക്കണം. അവൻ പറയുന്നത് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കണം. പറുദീസായിൽ ആദിമാതാപിതാക്കളുടെ പതനത്തിന് ശേഷം ദൈവം സർപ്പത്തെ ശാസിച്ചപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവം സർപ്പത്തെ ശപിക്കുകയും സർപ്പത്തെയും സ്ത്രീയെയും ഞാൻ ശത്രുതയുളവാക്കുകയും നിൻ്റെ സന്തതികളും അവൻ്റെ സന്തതികളും തമ്മിൽ സ്ഥിരകാലം ശത്രുതയുളവാക്കുകയും അവൻ നിൻ്റെ തല തകർക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലൂടെ ശത്രുവിൻ്റെ അന്ധകാരത്തിൻ്റെ പാപത്തിൻ്റെതായ ശക്തിയെ തകർക്കുവാൻ ദൈവത്തിൻ്റെ പരിപാലനയിൽ രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ ഈശോയെ നൽകി. ആ യേശുവിൻ്റെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവായ പരിശുദ്ധ അമ്മേ, സ്ലീഹന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ നിശബ്ദതകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കുരിശിൻ ചുവട്ടിൽ ദാരുണമായ വേദനകൾ അനുഭവിച്ച് പിടഞ്ഞു മരിച്ച തിരുക്കുമാരൻ്റെ ശരീരം കണ്ടുകൊണ്ട് ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശയിൽ ഉറച്ചവളായ പരിശുദ്ധ അമ്മ സ്ലീഹന്മാരെ ധൈര്യത്തിലേക്ക് നയിച്ചു. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ നന്മയിലേക്ക്, ധൈര്യത്തിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കണമേ. എപ്പോഴും അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും അങ്ങയുടെ മധ്യസ്ഥം തേടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Ave, Ave, Ave Maria, Ave, Ave, Ave Maria, Ave, Ave, Ave Maria, Ave, Ave, Ave Maria.
ആ വിശ്വാസ സത്യങ്ങൾ നമുക്കൊരിക്കൽ കൂടി ഏറ്റുപറയാം. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ്. ഈ വിശ്വാസ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി വേരുപാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന സവിശേഷമായ പുണ്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില നഴ്സുമാർ ഈ പുണ്യങ്ങളെപ്പറ്റി പങ്കുവയ്ക്കുന്നത് നമുക്ക് സ്നേഹപൂർവ്വം ശ്രവിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പരിശുദ്ധ അമ്മയിൽ വളരെയധികം പുണ്യങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. ഒത്തിരിയേറെ സുഹൃതങ്ങൾ അഭ്യസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. ആ പുണ്യങ്ങളെക്കുറിച്ച് പറയാനോ അതിനെപ്പറ്റി ധ്യാനിക്കാനോ നമുക്ക് സാധിക്കില്ല. നഴ്സുമാരായ നാം ഓരോരുത്തരും ആ പുണ്യങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ വിശുദ്ധരായി തീരാനുള്ള നമ്മുടെ വിളിയുടെ ഒരു ചുവടുവെപ്പായി നമുക്കതിനെ മാറ്റാൻ സാധിക്കും. പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന 7 പുണ്യങ്ങളെപ്പറ്റി നമുക്കിപ്പോൾ ധ്യാനിക്കാം. ഈ 7 പുണ്യങ്ങളിൽ ഏറ്റവും മഹത്വമേറിയതായിരുന്നു അഗാധമായ എളിമ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ വാക്കുകളിൽ പറഞ്ഞാൽ സുഹൃതങ്ങളുടെ രാജ്ഞിയാണ് എളിമ. പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത ചൊല്ലുന്ന രംഗം ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന്. ഒരു ലോകരക്ഷകനെ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യഹൂദ ജനതയ്ക്ക്. പ്രായപൂർത്തിയായ ഓരോ യുവതിയും രക്ഷകൻ്റെ അമ്മയാകാനായി നോമ്പ് നോറ്റും പ്രാർത്ഥിച്ചും ഉപവസിച്ചും കാത്തിരുന്നു. എന്നാൽ തനിക്ക് ഇതിനൊന്നും യോഗ്യതയില്ലെന്നായിരുന്നു മാതാവ് കരുതിയിരുന്നത്. എങ്കിലും മാതാവും പ്രാർത്ഥിച്ചിരുന്നു. എന്താണെന്നോ, രക്ഷകൻ്റെ അമ്മയായി വരുന്ന ആ സ്ത്രീയുടെ ഒരു തോഴിയാവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന്. നോക്കണേ മാതാവിൻ്റെ ഒരു എളിമ. വാർദ്ധക്യത്തിൽ ഗർഭിണിയായ ഇളയമയെ ശുശ്രൂഷിക്കാൻ മാതാവ് വളരെ തിടുക്കത്തിൽ പുറപ്പെട്ടു. 3 മാസക്കാലം എലിസബത്തിനെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഏതൊരു സ്ത്രീയെയും പോലെ ഗർഭാരിഷ്ഠതകളൊക്കെ അമ്മയ്ക്കുമുണ്ടായിരുന്നിരിക്കണം. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ അമ്മ പുറപ്പെട്ടു. ഈ ദാസ്യ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ. നഴ്സുമാരായ നാമെല്ലാവരും സ്വന്തം കഴിവിലാണ് പലപ്പോഴും ആശ്രയിക്കാറുള്ളത്. നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സമ്പത്ത് എല്ലാം നാം ഉണ്ടാക്കിയതാണെന്നാണ് നാം ചിന്തിക്കാറുള്ളത്. അമ്മയ്ക്കുണ്ടായിരുന്ന 7 പുണ്യങ്ങളിൽ ഏറ്റവും മഹത്വമേറിയതായിരുന്നു അഗാധമായ എളിമ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ വാക്കുകളിൽ പറഞ്ഞാൽ സുഹൃതങ്ങളുടെ രാജ്ഞിയാണ് എളിമ. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവദൂതൻ മംഗളവാർത്ത ചൊല്ലുന്ന രംഗം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കൊക്കെ പരിചിതമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. ലോകരക്ഷകനായ യേശുവിനെ കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു യഹൂദ ജനതയ്ക്ക്. പ്രായപൂർത്തിയായ ഏതൊരു യുവതിയും രക്ഷകൻ്റെ അമ്മയാകാനായി നോമ്പ് നോറ്റും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കാത്തിരുന്നു. പ്രഭുകന്യകമാരും രാജകുമാരിമാരും ആ വിഭാഗത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊന്നും തനിക്ക് യോഗ്യതയില്ലെന്നാണ് മാതാവ് കരുതിയത്. എന്നാൽ മാതാവും പ്രാർത്ഥിച്ചിരുന്നു. എന്താണെന്നോ, രക്ഷകൻ്റെ അമ്മയാകാൻ പോകുന്ന ആ സ്ത്രീയുടെ ഒരു ദാസിയായി തന്നെ അനുഗ്രഹിക്കണേ എന്ന്. നോക്കണേ മാതാവിൻ്റെ എളിമ. വാർദ്ധക്യത്തിൽ ഗർഭിണിയായ ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ മാതാവ് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഗർഭിണിയായ ഏതൊരു യുവതിക്കും ഉണ്ടാകാവുന്നത് പോലെ ഗർഭാരിഷ്ഠതകളൊക്കെ മാതാവിനും ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ വളരെ സന്തോഷത്തോടെ ഇളയമ്മയെ ശുശ്രൂഷിക്കുന്നു അമ്മ. അമ്മയ്ക്കുണ്ടായിരുന്ന ഈ ദാസ്യ മനോഭാവം, ഈ എളിമ നഴ്സുമാരായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നഴ്സുമാരെല്ലാവരും തന്നെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നവരാണ്. നമ്മുടെ വിദ്യാഭ്യാസം, ജോലി, നമ്മുടെ സാമ്പത്തികാവസ്ഥ എല്ലാം സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മേനി പറയുന്നവരാണ്. ഇനി മുതൽ ഈ മനോഭാവം നമുക്കൊന്ന് മാറ്റാം. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കാതിരിക്കട്ടെ. നഴ്സിംഗ് ഇന്നൊരു ഹൈ ലെവൽ ടെക്നോളജിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരു നേഴ്സിന് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളില്ല, കാണാൻ പറ്റാത്ത ഓഫീസർമാരില്ല. എന്നാൽ നാം എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും വളരെ എളിമയോടെ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരേ രീതിയിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കാണുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതുമൂലം അവരെ ആത്മാക്കളെ നേടാനും നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന മറ്റൊരു വലിയ പുണ്യമായിരുന്നു ആഴമായ മൗനം. ദൈവദൂതൻ ആട്ടിടയന്മാർക്ക് സദ്വാർത്ത ആശംസിച്ച ശേഷം അവർ ബത്ലഹേമിലെത്തി ഈശോയെ ആരാധിച്ചു. മറിയത്തോടും ജോസഫിനോടുമൊപ്പം വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഉണ്ണിയെ അവർ ആരാധിച്ചു. തങ്ങളോട് പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്നവരെ അവർ കേൾപ്പിച്ചു. എന്നാൽ മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ബാലനായ യേശുവിനെ 3 ദിവസം ദേവാലയത്തിൽ കാണാതായപ്പോഴും ഹൃദയത്തിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒന്നും പിറുപിറുക്കാതെ 3 ദിവസത്തിനുള്ളിൽ എങ്ങനെ ഈശോയുടെ അടുത്തെത്താമെന്ന് അമ്മ നമുക്ക് കാണിച്ചു തന്നു. അമ്മയുടെ ആഴമായ മൗനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുരിശിലെ ബലി. സ്വന്തം മകനെ ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോൾ, മുൾമുടി ധരിപ്പിക്കുമ്പോൾ, കൈകാലുകളിൽ ആണിയടിക്കുമ്പോൾ ഏതൊരമ്മയ്ക്കാണ് സഹിക്കാനാവുക? എന്നാൽ മാതാവ് നിശബ്ദയായി, അലമുറയിടാതെ, ഒച്ച വയ്ക്കാതെ, ആരെയും പഴി പറയാതെ എല്ലാം നിശബ്ദയായി സഹിച്ചു. അമ്മയ്ക്കുണ്ടായ ഈ പുണ്യം നമുക്കും അഭ്യസിക്കാം. നമ്മുടെ ജോലി മേഖലയിൽ കുറച്ചൊരു പ്രയാസമുണ്ടാകുമ്പോൾ, ഭാരപ്പെട്ട ഏതെങ്കിലും ഒരു ജോലി ഒന്ന് കൂടുതലായിട്ട് വരുമ്പോൾ മേലധികാരികളെ പഴി പറയുന്നവരാണ് നാമൊക്കെ. അവരെ കുറ്റപ്പേര് വിളിച്ചും നിന്ദിച്ചും നാം കടന്നു പോകാറുണ്ട്. എന്നാൽ ഇന്നു മുതൽ ആ മനോഭാവത്തിൽ നമുക്ക് മാറ്റം വരുത്താം. എത്ര വലിയ ഭാരപ്പെട്ട ജോലി എന്നെ ഏൽപ്പിച്ചാലും വളരെ സന്തോഷത്തോടെ നിശബ്ദതയിൽ ഈശോയോടൊപ്പം ഞാനത് ചെയ്തു തീർക്കും. നമുക്ക് തീരുമാനിക്കാം. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ വളരെ മൗനത്തോടെ അമ്മ ചെയ്തതുപോലെ നമുക്കും അമ്മയിലുണ്ടായിരുന്ന ഈ പുണ്യം അഭ്യസിക്കാനായിട്ട് ശ്രമിക്കാം. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ഈ പുണ്യങ്ങൾ അഭ്യസിക്കുന്നത് വഴി ഓരോ നേഴ്സും ഓരോ വിശുദ്ധനും വിശുദ്ധയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമൊരുക്കിയ സ്വർഗ്ഗാലയമേ, സൃഷ്ടാവിനാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന മറ്റൊരു സുഹൃതമാണ് നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം. നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം മറിയം ജീവിതത്തിൽ എങ്ങനെ സാധ്യമാക്കിയെന്ന് വചനത്തിലൂടെ നമുക്ക് കാണാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യത്തിൽ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനിൽ ആനന്ദം കണ്ടെത്തുന്നു. മറിയത്തിൻ്റെ ഹൃദയം ആനന്ദം കണ്ടെത്തിയിരുന്നത് അവൻ്റെ രക്ഷകനിലായിരുന്നു, ആ രക്ഷകൻ്റെ വചനത്തിലായിരുന്നു. ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ വചനത്തിലായിരുന്നു മറിയം ജീവിച്ചിരുന്നത്. നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകാം. ജഡമോഹങ്ങൾക്ക് അടിമപ്പെടാതെ നമ്മുടെ പ്രലോഭനങ്ങളെ അടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ തക്കവണ്ണം നമുക്ക് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥത യാചിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു വിശിഷ്ടമായ പ്രാർത്ഥന. വിശിഷ്ടമായ പ്രാർത്ഥന പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധ അമ്മ വചനമനുസരിച്ച് ജീവിച്ചവളായിരുന്നു. വചനം ഹൃദയത്തിലും ശരീരത്തിലും ഉൾക്കൊണ്ടവളായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് ആദ്യത്തെ പരസ്യമായ വിശുദ്ധ ആരാധന നടന്നത്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണി ഈശോയെ ആട്ടിടയന്മാർ വന്ന് ആരാധിക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ അമ്മയെ നമുക്ക് വീണ്ടും കാൽവരിയിലേക്കുള്ള യാത്രയിലും കാണാം. ഹൃദയം നൊന്തുള്ള അമ്മയുടെ ആരാധന, അമ്മയുടെ ആ പ്രാർത്ഥന, തൻ്റെ മകനെ കുരിശിലേറ്റുമ്പോഴും കുരിശിലേക്ക് നയിക്കുന്നവർക്ക് വേണ്ടിയുള്ള അമ്മയുടെ ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനയാണ് നാം അവിടെ കാണുന്നത്. നിസ്വാർത്ഥമായൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലും
നാം കൊണ്ടുവരേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി നാം മധ്യസ്ഥത യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനകളും കേൾക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം ഭയപ്പെട്ട് ചിതറിപ്പോയ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുന്നതിലും അമ്മ മധ്യസ്ഥം വഹിച്ചു. പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോയ നമ്മുടെ ജീവിതങ്ങളെ, തകർന്നുപോയ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ആ കാൽവരി കുരിശിൻ്റെ കൂട്ടായ്മയിലേക്ക് ഒന്നിച്ചു കൊണ്ടുവരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനായി അമ്മയുടെ മധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗമൊരുക്കിയ സ്വർണ്ണാലയമേ, സൃഷ്ടാവിനാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രിയമുള്ളവരെ, നമ്മുടെ പരിശുദ്ധ ദൈവമാതാവിൽ വിളങ്ങി നിൽക്കുന്ന വളരെ സവിശേഷമുള്ള 2 ഗുണങ്ങളാണ് അനസ്യൂതമായ വിശ്വാസവും ഉറച്ച ദൈവത്തിലുള്ള ശരണവും. അതേക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിലുള്ള വിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-4 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: അവർക്ക് വീഞ്ഞ് തീർന്നുപോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ആ വാക്കുകളിൽ നിന്ന് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിലുള്ള വിശ്വാസത്തെ നമുക്ക് കാണാം. വെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതകരമായി തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ ഖാനായിലെ ഈ അത്ഭുതം. ആ സംഭവത്തിലൂടെ തന്നെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ മകനെ ലോകത്തിന് ആദ്യമായി വെളിപ്പെടുത്തി കൊടുക്കുന്നതും. പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിലുള്ള വിശ്വാസം എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ആതുര ശുശ്രൂഷ മേഖലകളിൽ ഇതുപോലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന രോഗികളിൽ, അവരുടെ വേദനകളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മാതാവിൽ വിളങ്ങി നിന്ന മറ്റൊരു സവിശേഷ ഗുണമാണ് ഉറച്ച ദൈവത്തിലുള്ള ശരണം. പരിശുദ്ധ അമ്മ ഉറച്ച ദൈവത്തിലുള്ള ശരണം നമ്മൾ കാണുന്നത് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അങ്ങനെ പറയുമ്പോൾ മാതാവ് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിൻ്റെ ചാർച്ചക്കാരി എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മറിയം പറയുമ്പോൾ പിതാവായ ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് പുത്രനായ ദൈവത്തെ മറിയം സ്വീകരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ശരണത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ജോലി മേഖലകളിലും ശരണമെന്ന പുണ്യത്തെ നമുക്ക് വളർത്തിയെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം. നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എൻ്റെ ജോലി മേഖലയിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറേ നാൾ കിടപ്പിലായിരുന്ന ഒരു രോഗിക്ക് കഴുത്തിൽ മുഴ മൂലം കൃത്രിമമായി ശ്വാസം ലഭിക്കുന്നതിന് ട്യൂബിടുന്നതിനോ ഭക്ഷണം കൊടുക്കുന്നതിന് ട്യൂബിടുന്നതിനോ ഒത്തിരി പ്രയാസകരമായിരുന്നു. അത് ഒത്തിരി ഡോക്ടർമാർ വിധി എഴുതിയതാണ്, അതൊരിക്കലും സാധിക്കില്ലെന്ന്. അതുകൊണ്ട് വായിൽ കൂടിയാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. ഒരു ദിവസം ഈവനിങ്ങിൽ ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് എൻ്റെ ഡ്യൂട്ടി ICUയിലും ഈ രോഗി കിടന്നിരുന്നത് CCUയിലുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഫോൺ വന്നു, ആരെങ്കിലും പെട്ടെന്ന് വരണമെന്ന്. ആ സമയത്ത് എനിക്കറിയത്തില്ല, എനിക്കെന്തോ പോകാനായിട്ട് പ്രചോദനം കിട്ടി. ഞാനും അനസ്തറ്റിസ്റ്റും ഒരുമിച്ച് ഞങ്ങൾ CCUയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അനസ്തറ്റിസ്റ്റ് പറഞ്ഞത് ഷീ ഈസ് നോ മോർ. ഹൃദയമിടിപ്പ് നിന്നുപോയി, ശ്വാസം എടുക്കുന്നില്ല.
ഡോക്ടർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഡോക്ടർ പറഞ്ഞു, എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ് കഴിഞ്ഞതാണ്, ട്യൂബ് ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നീ ട്യൂബ് ഇട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ സമയം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നീയല്ല, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആ ഡോക്ടറും ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുവാനായിട്ട് ആ ട്യൂബ് എടുത്തു കൊണ്ടുവന്ന് യാതൊരു തടസ്സമില്ലാതെ ആദ്യത്തെ ട്രയലിൽ തന്നെ ട്യൂബ് ഇടുകയും വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ രോഗിക്ക് ഹൃദയമിടിപ്പുണ്ടാവുകയും ഉടനെ തന്നെ റൈൽസ് ട്യൂബ് ഇടുകയും ചെയ്തു. എൻഡോട്രക്കിയൽ ട്യൂബ് ഇട്ടതിന് ശേഷം സക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സക്ഷൻ ജാറുകൾ മൊത്തം ഫുഡിൻ്റെ അംശങ്ങളായിരുന്നു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അതെല്ലാം മാറ്റി എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഒരു ആസ്പിറേഷനുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ദൈവത്തിൻ്റെ വലിയ ഒരു മഹത്വം അതിൽ ദർശിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ എക്സ്റേ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ഹൃദയമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് എക്സ്റേ നോർമലായിരിക്കണമേ എന്ന്. എക്സ്റേ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോഴും എക്സ്റേ നോർമലായിരുന്നു. ദൈവത്തിലുള്ള ഉറച്ച ശരണവും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും ആ സമയം ഞങ്ങൾ അവിടെ കണ്ടു. ഈ സമയത്ത് പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്ന ആ ഉറച്ച വിശ്വാസവും ശരണവും നമ്മളുടെ ജോലി മേഖലകളിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന സവിശേഷമായ പുണ്യങ്ങളെ പറ്റിയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. മറ്റൊരു വലിയ സവിശേഷതയാണ് തീക്ഷ്ണമായ സ്നേഹം. പാലൂട്ടി താരാട്ടി വളർത്തിയ തൻ്റെ പൊന്നുമകനെ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി കാൽവരിക്കുന്നിലേക്ക് അയക്കാൻ മാത്രം ആ അമ്മയ്ക്കുണ്ടായ സ്നേഹം മറ്റെവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അതുപോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും മാനസാന്തരത്തിന് വേണ്ടി ആ കണ്ണിൽ നിന്നും അടർന്നു വീഴുന്ന രക്തക്കണ്ണുനീർ കണങ്ങൾക്കപ്പുറം എന്താണ് ആ സ്നേഹത്തെപ്പറ്റി നാം പറയേണ്ടത്? അതേ പ്രിയമുള്ളവരെ, എല്ലാവരും യേശുവിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കണമെന്നാണ് പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയുടെ തീവ്രമായ ആഗ്രഹം. നേഴ്സുമാരായ നാം ഓരോരുത്തരും ഈ ഒരു പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധിയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.